കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഒരു പാലസിൽ നിന്നും കുറച്ച് സാധനങ്ങൾ കളവ് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു ബുക്കും ഉണ്ട്. അഴിമതികളെ കുറിച്ച് വിശദീകരിക്കുന്ന ആ ഒരു ബുക്ക് ലിയം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അത് കൃത്യമായിട്ട് ഇവന്റെ അമ്മയുടെ കയ്യിലാണ് എത്തപ്പെടുന്നത്. ഈ ബുക്ക് ആ ഒരു മുത്തശ്ശി ഉണ്ടല്ലോ, അവര് കൊണ്ടുവന്നതിന്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ലിയം ഇത് മറ്റാരോടും പറയരുത് എന്ന് അമ്മയ്ക്കും വാർണിംഗ് കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റി, ഇത് അപകടമാണോ എന്നൊക്കെ അമ്മയും ചോദിക്കുമ്പോ അങ്ങനെയൊന്നും പ്രശ്നമല്ല, ശ്രദ്ധിച്ചാ മതി എന്നൊക്കെ അവനും അമ്മയെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആ ഒരു മുത്തശ്ശിയെ ആ വില്ലൻ ജഡ്ജിന്റെ സഹായം കാണുന്നുണ്ട്. അവനും ഞാൻ നിങ്ങളെ സഹായിക്കണോ എന്ന് പറഞ്ഞിട്ട് അവരെയും സഹായിച്ചുകൊണ്ട് ആ ഒരു ബുക്കും തരുന്നുണ്ട്. അവൻ എന്തോ ഒരു കാര്യം മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട്. ഇവിടെയും ആ ബുക്ക് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കൂട്ടുകാരനോട് ആ അക്കൗണ്ട് ബുക്ക് ഞാൻ കണ്ടെത്തി എന്ന് പറയുമ്പോ ഫ്രണ്ട് മറ്റ് രണ്ടുപേരെ കൂടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവന്മാരെ ആ ഒരു കെട്ടിവെച്ചിരുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. എന്താ ബുക്കിലുള്ളത്? മിലിറ്ററിയിൽ നിന്നും പുറത്തായവരുടെ ലിസ്റ്റ് ആണ്. അതിൽ ഹോസ്പിറ്റലുകാർക്കും ബന്ധമുണ്ട്. ഈ ലോകം ഒന്നും തന്നെ മാറിയിട്ടില്ല. അതിനെക്കുറിച്ചുള്ള അഴിമതികളൊക്കെയാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതിന് ഫ്രണ്ട് അതെന്തിനാ ഇത് ബുക്കായിട്ട് സൂക്ഷിച്ചിട്ടുള്ളത്? കാരണം തെറ്റ് ചെയ്യുന്ന ആൾക്കാര് മറ്റാരെയും വിശ്വസിക്കില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അവർ കരുതി വെക്കും. പിന്നീട് എപ്പോഴെങ്കിലും പണി കിട്ടിയാലോ? അവർക്കും അറിയില്ല. എപ്പോഴെങ്കിലും ഒരിക്കൽ അവർക്ക് തന്നെ ഇത് പണിയായിട്ട് വരുമെന്ന്. അപ്പോഴാണ് ആ വില്ലൻ ജഡ്ജിന്റെ സഹായിയും ഇവന്റെ തൊട്ട് പിന്നാലെ വരുന്നതായിട്ട് കാണിക്കുന്നത്. അവനും ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. അവന്മാരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ നോക്കിയിട്ട് വീട്ടിൽ പോകാൻ നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം മീഡിയക്കാരിയും അതിൽ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് പാലസിൽ നിന്നും മോഷണം പോയ കാര്യം മീഡിയയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവൾക്ക് ഒരു സംശയം, ഇവളുടെ അച്ഛനെ പോലീസിലെ മോഷണക്കുറ്റം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് ആ ഗുണ്ടകളും പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇവൾക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. അപ്പോഴാണ് ലിയം അവളെ വിളിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് സമയത്ത് വിളിച്ചത്. എന്റെ അച്ഛനെ അവർ കൊടുക്കുന്നതിന് മുന്നേ ഈ ഒരു കേസ് പോലീസ് റിപ്പോർട്ട് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിലെന്തോ ഒരു വശപ്പശകില്ലേ? അത് ശരിയാ. നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഞാൻ എന്റെ ഓഫീസിന്റെ അടുത്തുള്ള ഒരു കഫേയിലുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? ആ, ഞാനിവിടെ ഉണ്ട്. നിന്റെ ലൊക്കേഷൻ അയച്ചതാ. ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് വരാന്ന് പറഞ്ഞ് നോക്കുമ്പോ ഒരു വാഹനവും ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ അതിന്റെ ഗ്ലാസ്സിലൂടെ ഇവന്റെ തൊട്ട് പിന്നാലെ ആരോ നിൽക്കുന്നത് പോലെ ഇവനും തോന്നുന്നുണ്ട്. ഇവൻ കാറിൽ കയറാനായിട്ട് നിൽക്കുന്ന സമയം പുറകിൽ നിന്ന് ആര് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ലീക്കും തോന്നിയിട്ട് അവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവന്റെ കണ്ണുകൾ ശ്രദ്ധിക്കുമ്പോ കഴിഞ്ഞ ജന്മത്തിൽ ഇവനെ കൊന്നിട്ടുണ്ടായിരുന്നത് ഇയാളാണ് എന്നുള്ള സത്യം ലിയം തിരിച്ചറിയുന്നത്. ഇത് നീയല്ലേ? നിന്റെ കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവിനെ നിനക്ക് എപ്പോഴെങ്കിലും കാണാനായിട്ട് സാധിക്കോ? നിനക്കൊന്നും അറിയില്ല എന്ന് ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ വില്ലനും വല്ലാതെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ലിയം എങ്ങനെയൊക്കെയോ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ലീക്ക് പിടിച്ചു നിൽക്കാനാകാതെ നിൽക്കുന്ന സമയം ആ ഒരു ബാഗും അവൻ തട്ടി ഒരു വാഹനത്തിന്റെ അടിയിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ അത് തിരിച്ചെടുത്ത് മറ്റവൻ തിരിച്ചെത്തുന്നതിന് മുന്നേ കാറിൽ കയറി രക്ഷപ്പെടുന്നുണ്ട്. ലീക്കും ചെറിയ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇതാ വില്ലൻ ജഡ്ജാണ് ഈ ബുക്ക് അന്വേഷിക്കുന്നത്. ഇവിടെ ലീഡ് ഫ്രണ്ടും ആ മോഷ്ടിച്ച ആൾക്കാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നാക്കുന്നുണ്ട്. അവന്മാരും വന്ന് ഞങ്ങളിതാ സറണ്ടർ ആകുകയാണെന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട്. വില്ലൻ ജഡ്ജിന്റെ സഹായിയും അവനെ വിളിച്ചിട്ട് ലീ ഇവനെ ഫൈറ്റ് ചെയ്ത് ആ ബുക്ക് കൊണ്ടുപോയ കാര്യം പറയുന്നുണ്ട്. ഇയാൾക്കൊരു സംശയം, അവനും എന്തോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ ബുക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് പോയത്. അപ്പോഴാണ് അയാൾ ഒരു കാര്യം പറയുന്നത്. ഇവിടെ ഒരു കടയുണ്ട്, അത് ലീയുടെ ഫാമിലി നടത്തുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ അഡ്രസ്സ് ഞാൻ അയച്ചു തരാം, അവിടെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് ഇയാളും പറയുന്നുണ്ട്. ലീയും മീഡിയക്കാരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അവളും ഇവന്റെ കൈ കണ്ടിട്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് പറ്റിയതാണ്, നിങ്ങൾക്ക് എന്നോട് എന്തോ പറയാനായിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരുന്നത്. അവന് ആ ഒരു ബുക്ക് എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ ഡയറക്ടറും തെറ്റായ ഡയഗ്നോസിസ് നടത്തി മിലിറ്ററിയിൽ നിന്നും പുറത്തായ ആൾക്കാരുടെ ലിസ്റ്റാണിത്. ഇവിടെ വില്ലന്റെ സെക്രട്ടറിയും ആ ഒരു അഡ്രസ് അന്വേഷിച്ച് ലീഡ് അമ്മയാണ് അത് നടത്തുന്നതെന്ന് ഇയാളോടും പറയുന്നുണ്ട്. വില്ലൻ ജഡ്ജും ആ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവന്റെ പ്ലാൻ? അവനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അവൻ എങ്ങനെയുള്ളവനാ എന്നുള്ള കാര്യം മുഴുവൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ മീഡിയക്കാർക്കും ആ ബുക്കിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ലീയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പാലസിലെ മോഷ്ടിച്ച കള്ളന്മാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ സറണ്ടർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അവളോടും പറയുന്നുണ്ട്. ശേഷം ഇവനും ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് വിളിച്ചിട്ടുണ്ടായിരുന്നത് വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറി ആയിരുന്നു. ആ ബുക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇയാൾ ഇവിടെ വിളിപ്പിച്ചതെന്ന് ഡിക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പോ വേറൊരു സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കുറെ പൊളിറ്റീഷ്യൻസ്, വലിയ വലിയ കമ്പനി ഓണേഴ്സ്, ഇവരെല്ലാവരും ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. വലിയ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. പത്രപ്രവർത്തകര്, മേയർ, ഇന്റലിജൻസ് ഓഫീസേഴ്സ്, മുമ്പത്തെ മന്ത്രിമാര്. അവിടേക്ക് ഒരാൾ നടന്നു വരുന്നുണ്ട്. അയാള് ഇതിനു മുന്നേ കൊറിയ ഭരിച്ചിരുന്ന പ്രസിഡന്റ് ആയിരുന്നു. ഇയാള് പറഞ്ഞിട്ടാണ് ഈ വില്ലൻ ജഡ്ജും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ മുൻപത്തെ പ്രസിഡന്റിന്റെ വിശ്വസ്തനാണ് വില്ലൻ ജഡ്ജും. ഇവിടെ ആര് ഭരിക്കണം, ആരെ വേണ്ട എന്നൊക്കെ നിശ്ചയിക്കുന്നത് പോലും ഇവരാണ്. ഇവർക്ക് തിരഞ്ഞെടുപ്പ് വരികയാണ്. നിയമമന്ത്രിയായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് അവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലിയോടും നീ ട്രയൽ നടത്തിയിട്ടുണ്ടായിരുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സുപ്പീരിയേഴ്സിനൊക്കെ നിന്നെ കുറിച്ച് വലിയ അഭിപ്രായമാണുള്ളത്. നിനക്ക് പ്രൊമോഷൻ ഒക്കെ വേണ്ടേ? സോളിലേക്കൊക്കെ അവിടുത്തെ കോടതിയിൽ നിനക്ക് പോകണ്ടേ എന്നൊക്കെ സെക്രട്ടറിയും അവനോട് ചോദിക്കുന്നുണ്ട്. ലീക്കും ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ ബുക്കിന് വേണ്ടിയിട്ടാണ് സെക്രട്ടറി ഇവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ആ ബുക്കിന്റെ കാര്യമൊന്നും ഇവൻ പറയുകയില്ല. എനിക്ക് ഒരുപാട് ജോലി തീർക്കാനുണ്ട്, സോളിലേക്ക് ഉടനെ പോകണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും
ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇവിടെ വില്ലൻ ജഡ്ജും മുമ്പത്തെ പ്രസിഡന്റുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ വലിയ വലിയ ആൾക്കാരുടെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവരുടെ കൈവശമുണ്ട്. ഇവിടെ ഈ രാജ്യത്തിന് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ട പണമെല്ലാം ഇവര് പങ്കിട്ടാണ് എടുക്കുന്നത്. ഇവിടുത്തെ അധികാരികളും മുമ്പത്തെ അധികാരികളും എല്ലാവരും കൂട്ടുചേർന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഇവരിതിനെ ഷാഡോ ഗവൺമെന്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു രാജ്യത്തെ നയിക്കുന്നത് പോലും ഇവരാണ്. ആ മുൻപത്തെ പ്രസിഡന്റിന്റെ വിശ്വസ്തനാകട്ടെ ഈ വില്ലൻ ജഡ്ജും. സെക്രട്ടറിയും വില്ലൻ ജഡ്ജിന് ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അവൻ എന്തായാലും ബുക്ക് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവനത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം ലീം കോടതിയിലേക്ക് വന്നിട്ട് ആ ഒരു ബുക്ക് ബേക്കിന് കൊണ്ടുപോയി കൊടുക്കും. എന്റെ അമ്മ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന ബുക്കാണിത്. ടിവിയിൽ ഒരു കാര്യം കാണിക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അവിടെ പോലീസുകാര് 3 കള്ളന്മാരെ ആ ഒരു പാലസ് കൊള്ളയടിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ച കാര്യം പറയുന്നുണ്ട്. അവരിൽ നിന്നും ഒരുപാട് പണം പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അവിടെ മോഷണം നടന്നിട്ടുണ്ടായിരുന്ന കാര്യം പോലീസുകാർക്ക് അറിയില്ലായിരുന്നു. അതിന്റെ ഓണർ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കള്ളന്മാര് പോലീസ് സ്റ്റേഷനിൽ വന്ന് സറണ്ടർ ചെയ്തതിനു ശേഷം മാത്രമാണ് ഇങ്ങനൊരു മോഷണ കുറ്റം അവിടെ നടന്നതായിട്ട് പോലീസ് തന്നെ അറിയുന്നത്. ഇക്കാര്യം വില്ലൻ ജഡ്ജും കാണുന്നുണ്ട്. ആ ബുക്ക് ബേക്കും വായിച്ചു നോക്കുന്നുണ്ട്. ഇതെങ്ങാനും ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പ്രശ്നമായിരിക്കും. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇനി 1 വർഷം കൂടെ കാലാവധി തീർക്കാനായിട്ടുള്ളൂ. അയാൾ ഇത് സാരമായിട്ട് ബാധിക്കും. അല്ല, നീ എന്തിനാ ഈ ബുക്ക് എന്റെ കയ്യിൽ കൊണ്ടു തന്നത്? എന്റെ പവറിന് അപ്പുറമാണ് ഇത്. അതുകൊണ്ട് എന്നെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഇത് പുറത്തേക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ആ ബുക്ക് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരും ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബേക്കും ലീയും അവിടേക്ക് വരുന്നുണ്ട്. ലീയും ആ ബുക്കിലുണ്ടായിരുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്. അത് മിലിറ്ററിയിലുള്ള ഒരു അഴിമതിയെ കുറിച്ചാണ് അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നത്. ഇക്കാര്യം വില്ലൻ ജഡ്ജും കാണുന്നുണ്ട്. അവൻ പേരുകൾ വായിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഓരോ പാർട്ടിയിലുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശേഷം മീഡിയക്കാരി വന്നിട്ട്, നിങ്ങൾ ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പോവുകയായിരുന്നോ? എന്നിട്ട് എന്തിനാ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അത് തന്നിട്ടുണ്ടായിരുന്നത്? അതിനവനും ബേക്ക് ഈ ഒരു പേരുകൾ വെളിപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് മീഡിയയ്ക്ക് മുമ്പിൽ അത് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയം വില്ലൻ ജഡ്ജിന്റെ സെക്രട്ടറിയും ഇവനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ലിയോട് ചോദിക്കുമ്പോ അവനും എന്തൊക്കെയോ കഥകൾ പറഞ്ഞ് ഒഴിയുന്നുണ്ട്. ഇയാളും ചോദിക്കുന്നുണ്ട്, നിന്റെ സുപ്പീരിയേഴ്സിന്റെ പേരൊക്കെ അതിനകത്തുണ്ടായിരുന്നു, നിനക്ക് ഭാവിയിൽ അത് പ്രശ്നമാവില്ലേ? ബേക്കാണ് എന്നോട് ഇത് വായിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. ഇവിടെ മുമ്പത്തെ പ്രസിഡന്റ് വില്ലൻ ജഡ്ജിനെ വിളിച്ച് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ എന്റെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ചെയ്യാത്തത്. ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊള്ളാമെന്ന് ആളും മുമ്പത്തെ പ്രസിഡന്റിനോടും പറയുന്നുണ്ട്. വില്ലൻ ജഡ്ജിനും ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ലീയെ കാണാനായിട്ട് സെക്രട്ടറി അവിടെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവനെന്തോ കള്ളക്കഥകൾ പറഞ്ഞ് ഇയാളെ വിശ്വസിപ്പിച്ചിരിക്കുകയായിരുന്നു. അവൻ ഇതിനെന്തോ ഇൻവോൾവ്മെന്റ് ഉണ്ട്. കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ലീയും അവന്റെ ചീഫിനോട് സംസാരിക്കുകയായിരുന്നു. ഇതിപ്പോ എന്താ ഇവിടെ സംഭവിച്ചത്? ബേക്ക് എന്താണ് ഇവിടെ ചെയ്തതെന്ന് നിനക്കറിയാമോ? അയാള് ഇങ്ങനെ ചെയ്തത് കൊണ്ട് പ്രൊമോഷൻ സാധ്യതയ്ക്ക് വളരെ കുറയും. അയാളുടെ സുപ്പീരിയേഴ്സിനല്ലേ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ ഭാര്യ ഇവിടെ വീട് വെറ്റിട്ട് സോളില് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാനാണ് വിചാരിച്ചു വെച്ചിരുന്നത്. ഞാനും കരുതിയിരുന്നത് സോളിലേക്ക് പോകാമെന്നാണ്. അവളിപ്പോ വീട് വിറ്റോ എന്തോ എന്ന് പറഞ്ഞ് അയാൾ വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവന് ഫ്യൂച്ചറിനെ കുറിച്ച് അറിയാമല്ലോ. എന്തായിരുന്നാലും ബേക്ക് സോളിലേക്ക് വരും. അയാൾക്ക് പ്രൊമോഷൻ കിട്ടും. ചീഫും പുറത്തേക്ക് ഇറങ്ങുമ്പോ ആരും അയാളെ ബൈക്കിൽ ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളും ലീ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരുന്നുണ്ട്. അവനും ചീഫിനെ രക്ഷിക്കുന്നു. അവന്റെ കണ്ണുകൾ കാണുമ്പോ ലീക്കും ആ വില്ലൻ ജഡ്ജിന്റെ സഹായിയാണ് അതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് വില്ലൻ ജഡ്ജ് ഒരു വാർണിംഗ് തരികയാണ് എന്ന് ലീക്കും മനസ്സിലാകുന്നുണ്ട്. ആ ബുക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് അവനും അക്കാര്യം വില്ലൻ ജഡ്ജിനെ വിളിച്ചു പറയുന്നുണ്ട്. ചീഫിനെയും ലീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് ഉണ്ടല്ലോ, അത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. മിക്കവാറും ഞാൻ വിധി പറഞ്ഞ ഏതോ ഒരുത്തനാവാനാണ് സാധ്യത. നമ്മുടെ ജഡ്ജിമാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനൊരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് വില്ലൻ ജഡ്ജായിരുന്നു. അവനും ആളെ കാണുമ്പോ ആള് മീഡിയക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂ ഇവനും ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഒരു വാക്ക് പോലും എന്നോട് സംസാരിക്കാതെയാണ് ഇയാൾ എന്നെ കൊന്നുകളഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ആദ്യമായിട്ട് നമ്മൾ കണ്ടുമുട്ടാനായിട്ട് പോവുകയാണ്. ഇന്നലെ രാത്രി നിനക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഇന്നലത്തെ ബൈക്ക് ആക്സിഡന്റിന്റെ കാര്യമാണ് ഇയാളും ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുഴപ്പമില്ല, ആ ലിസ്റ്റിലുള്ള കുറച്ച് ആൾക്കാര് കുറച്ച് പ്രശ്നക്കാരായിരുന്നു. അവർക്ക് അങ്ങനെ തന്നെ വേണമായിരുന്നു. ഈ ഫുഡ് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് കുറച്ച് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂല് ഇവനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ ചെയ്യുന്ന ആളും, നിങ്ങളുടെ ഈ ഒരു പൊസിഷൻ കണ്ടിട്ട് നിങ്ങൾ ജനിച്ചത് വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലായിരിക്കും അല്ലേ എന്ന് പറയുമ്പോഴാണ് അയാളും അയാളുടെ കഥ പറയുന്നത്. അയാളൊരു അനാഥനായിരുന്നു. അച്ഛനും അമ്മയും ആരെന്ന് പോലും അറിയില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും ഞാൻ നല്ല ആളായില്ലേ, വലിയൊരു പൊസിഷനിൽ ഞാൻ എത്തിയില്ലേ? അവനും അക്കാര്യം ഓർക്കുന്നുണ്ട്. അവനും അവന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ അച്ഛൻ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഞാനും വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് കൊച്ചിലെ ഒരു കളിപ്പാട്ടം വാങ്ങി തരാൻ പോലും അച്ഛന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. ബേക്ക് എങ്ങനെ ആ ബുക്ക് വാങ്ങിയത്? നിന്നോട് വേറൊന്നും പറഞ്ഞില്ലേ? അയാൾക്ക് സ്ഥാനമാനങ്ങളെക്കാളും സത്യസന്ധതയും മറ്റുമാണ് കൂടുതൽ അയാൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ആ ഒരു ബുക്കിലുണ്ടായിരുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ട്രയൽ നടക്കുന്ന സമയത്ത് എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനും ഒരു കാര്യം അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിയമമന്ത്രിയായിട്ട് ഷാഡോ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരാള് ഈ വില്ലൻ ജഡ്ജിനെ ഒരിക്കലും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അയാൾക്കയാളെ ഇഷ്ടമല്ല. അയാളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീർപ്പ്
തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് ലിയോടും പറയുന്നുണ്ട്. അത് ചെയ്യാമെന്ന് ലിയും പറയുന്നുണ്ട്. ആ സമയം ഇവനൊരു കോള് വരുന്നുണ്ട്. ജെസിക്കിന് അറസ്റ്റ് വാറന്റ് ഉണ്ടായിരുന്നു. അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇവനക്കാര്യം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളക്കാര്യം മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഞാൻ നമ്മുടെ ഷാഡോ ഗവൺമെന്റിന്റെ അടുത്തേക്ക് പോകുന്നതാണ്. എനിക്കൊരു സമയം വരും, അന്നേരം എല്ലാണത്തിനും ഞാൻ ശരിയാക്കും എന്ന് വില്ലൻ ജഡ്ജ് പറയുന്നുണ്ട്. ഇവിടെ ടെസിക്കിന്റെ ട്രയൽ നടക്കുകയാണ്. നിങ്ങൾ ടാക്സ് വെട്ടിച്ചു എന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവനും പറയുന്നുണ്ട്. പ്രോസിക്യൂട്ടറായ ജീനയും അവിടെ ഉണ്ടായിരുന്നു. അവളും അവനെ പുച്ഛിക്കുന്നുണ്ട്. ഇക്കാര്യം അവനും ജഡ്ജിനോടും പറയുന്നുണ്ട്. അവനാണെങ്കിൽ ഒരു കൂസലും ഇല്ല. നിങ്ങൾക്കും ഞങ്ങളുടെ ഷോപ്പിലേക്ക് വരാൻ കേട്ടോ, നിങ്ങൾക്കും VIP ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതാണ്. എന്തായാലും ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കുമല്ലോ ജഡ്ജും പ്രഖ്യാപിക്കാനായിട്ട് പോകുന്നത്. ഇവളും അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞില്ലേ, ഈ കേസോടെ എല്ലാം അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പ്രോസിക്യൂട്ടർ വിളിക്കുമ്പോൾ നിങ്ങൾ ഇവിടേക്ക് വരണം എന്ന് അവളും പറയുന്നുണ്ട്. ഇയാൾക്കാണെങ്കിൽ ഇവളെ കണ്ണെടുത്താ കണ്ടുടാ. ശേഷം അവനും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അച്ഛനും ഇവനെ കാത്തിരിക്കുകയാണ്. നീ നിന്റെ ജോലിക്ക് എത്ര നല്ലതൊന്നുമല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് തന്നെ കൊള്ളാം, അല്ലെങ്കിൽ വീണ്ടും നിന്നെ ഞാൻ ജയിലിലേക്ക് അയക്കുന്നതാണ്. ഇവന്റെ ഒരു എംപ്ലോയി കാരണമാണ് ഇവനും ജയിലിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അയാളെ ഇവനും അപമാനിക്കുന്നുണ്ട്. ഞാനല്ലടാ നിനക്ക് ശമ്പളം തരുന്നത്, എന്നിട്ട് നീ ആരുടെ വാക്കാണ് കേൾക്കുന്നത്? അത് നിങ്ങളുടെ അച്ഛനല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നത്. അച്ഛനാണെങ്കിൽ ഇവനൊരു മകനാണെന്നും ഇവന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണമെന്നും അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല. അയാൾക്ക് അയാളുടെ സമ്പാദ്യവും മറ്റും കൃത്യമായിട്ട് കൊണ്ടുപോകണമെന്നും ബിസിനസ് നന്നായിട്ട് വളരണമെന്നും മാത്രമാണ് താല്പര്യം. മകനാണെങ്കിൽ തലതിരിഞ്ഞ മകനാണ്. അയാൾ പറയുന്നതൊന്നും ഇയാൾ കേൾക്കില്ല. ഇവിടെ ജീനയും അവളുടെ അച്ഛന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാള് കിടപ്പിലാണ്. ആ ടെസിക്ക് ഇതിന് മുന്നേ ഇയാൾക്ക് കുറച്ച് പണമൊക്കെ കൊണ്ടു കൊടുക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അന്ന് ഇവള് ഹൈസ്കൂളിലോ മറ്റോ പഠിക്കുകയായിരുന്നു. ഇവളുടെ കുടുംബത്തോട് അയാൾ എന്തോ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൃത്യമായി അവനെ ശിക്ഷിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. ഈ ഒരു അറസ്റ്റോടെ എസ് ഗ്രൂപ്പിന് കുറേയധികം ലാഭം ഉണ്ടായിട്ടുണ്ട്. ഇയാൾ അഴിമതിക്കാരനല്ല എന്നാണല്ലോ വിധി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പും വളരെയധികം വളരുന്നുണ്ട്. ശേഷം ലീ പറഞ്ഞതനുസരിച്ചിട്ട് ജോൺ ഹോയും ഈ ഒരു ബുക്ക് ശരിക്കും കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഡയറക്ടറാണ്. അയാളുടെ കയ്യിൽ നിന്നിട്ടായിരുന്നു ആ ഒരു ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് വില്ലൻ ജഡ്ജിന് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവനും അയാളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അയാള് ധൃതി പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് ജോൺ ഹോയും കണ്ടിട്ടുണ്ടായിരുന്നത്. അയാളും കാറിലേക്ക് കയറുന്നുണ്ട്. ആ സമയം അയാളെ ആരോ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ജോൺ ഹോയും ആ ഒരു കാർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് അയാൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ വില്ലൻ ജഡ്ജിന്റെ സഹായിയും ഇയാളെ ആ ഹോസ്പിറ്റലിന്റെ റൂഫ് ടോപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അയാളിൽ നിന്നും ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതി വാങ്ങുന്നുണ്ട്. ഈ ഒരു പാലസിൽ സംഭവിച്ച കാര്യങ്ങളും അത് മാത്രമല്ല ആ ബുക്കിലുണ്ടായിരുന്ന അഴിമതികളും ഇയാൾ തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ആ ഒരു ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടായിരുന്നത്. ശരിക്കും ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മുൻപത്തെ പ്രസിഡന്റും വില്ലൻ ജഡ്ജും ഒക്കെ ആയിരുന്നു. ഇയാളുടെ തലയിൽ എല്ലാം കെട്ടിവെച്ചിട്ട് മുങ്ങാനാണ് അവരുടെ പ്ലാൻ. അങ്ങനെ വില്ലൻ ജഡ്ജിന്റെ നിർദ്ദേശപ്രകാരം സഹായിയും അയാളെ റൂഫ് ടോപ്പിൽ നിന്നും തള്ളിയിട്ട് കൊല്ലുന്നുണ്ട്. ഇക്കാര്യം ജോൺ ഹോയും കാണുന്നു. ലിയോ ഓർക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അക്കാര്യമൊക്കെ മീഡിയയിലും ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ജോൺ ഹോയും അയാൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയും പോകുന്നത് കണ്ട് അവളെ അവൻ വിളിക്കുന്നുണ്ട്. സാധാരണ സ്ഥിരമായിട്ട് ഈ സ്റ്റോറിൽ നിന്നും അവള് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഞാൻ എന്തായാലും ഡേറ്റ് കഴിഞ്ഞ് കുറച്ച് ഫുഡ് ഇവിടെ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്ത് തരാമെന്നൊക്കെ അവളോട് പറയുന്നുണ്ടെങ്കിലും ശരിക്കും നല്ല ഫുഡാണ് അവൾക്കും കൊടുത്തു വിടുന്നത്. അയാൾ അങ്ങനെ കൊടുക്കുന്നത് അവൾക്കും അറിയാം. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ആ മുത്തശ്ശിയുടെ ചെറുമകളാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ ക്യാൻസർ ബാധിച്ച് മരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയാണ് ഇത്. എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു, പ്രൊമോഷനായിട്ട് ഞാൻ സോളിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഞാൻ മാത്രമല്ല പോകുന്നത്, കൂടെ നിങ്ങൾ രണ്ടുപേരും ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ചീഫിനും ഒരുപാട് സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇവനും വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇക്കാര്യം സെക്രട്ടറിയും വില്ലൻ ജഡ്ജിനോട് പോയി പറയുന്നുണ്ട്. ബേക്കർ സോളിലേക്ക് വരികയാണ്, കൂടെ ആ ചീഫും ലിയോ ഉണ്ട്. അത് കേൾക്കുമ്പോ വില്ലൻ ജഡ്ജും ഷോക്കാകും. അങ്ങനെയാണോ? ആ ബുക്ക് ബേക്കിന്റെ കയ്യിൽ കൊടുത്തോണ്ടായിരിക്കും ലിയെ അവൻ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. സെക്രട്ടറിയും ആ ലിയെ അത്ര വിശ്വസിക്കാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അവൻ കൊള്ളാം, അവനെ എനിക്കൊന്ന് പരീക്ഷിക്കണം. അവൻ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ ബേക്കിന്റെ കൂടെ അവൻ ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവനെ എനിക്കൊന്ന് പരീക്ഷിക്കണം. അലിയെ കുറിച്ച് കൂടുതലായിട്ടും അന്വേഷിക്കണം. അവന്റെ കൂടെ പഠിച്ചൊരു പയ്യനുണ്ടായിരുന്നില്ലേ, അവന്റെ കോടതിയിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവനെയും കൂടി സോളിലേക്ക് കൊണ്ടുവരണം. ഫുൾ ടൈം ലിയെ നിരീക്ഷിക്കണം. അങ്ങനെ ഇവരും എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് സോളിലേക്ക് പോവുകയാണ്. പുതിയ വലിയ വലിയ കേസുകൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയാണ് എല്ലാം തുടങ്ങാനായിട്ട് പോകുന്നത്. ആദ്യം എനിക്ക് ഭാവി അമ്മായിച്ചനെ ഒന്ന് കാണണം. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ഇവിടുത്തെ അടിമയായിരുന്നു. എന്നിട്ട് ഒരാവശ്യമില്ലാതെ ഞാൻ ഒരുപാട് പണിയെടുത്തു. ഇത്തവണയും അയാൾ എന്നെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അയാളുടെ വിധി എഴുതാൻ പോകുന്നത് ഞാനാണ്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.